ഹലോ ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൈവറ്റ് സെക്ടർ ബാങ്കിനെ കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് കിടക്കും മുമ്പ് ആദ്യമായാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. Private sector banks are those banks where the majority stake is held by private entities or individuals. സ്വകാര്യ സ്ഥാപനങ്ങളുടെയോ ഇൻഡിവിജ്വൽസിൻ്റെയോ ഭൂരിഭാഗം ഷെയർ കൈവശം വെച്ചിരിക്കുന്ന ബാങ്കുകളെയാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്. പ്രൈവറ്റ് സെക്ടർ ബാങ്കിൻ്റെ ഷെയർ ആരായിരിക്കും ഹെൽഡ് ചെയ്തിരിക്കുക? ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പ്രൈവറ്റ് എൻറ്റിറ്റീസ്. ഓക്കെ, These banks are mostly incorporated under the Companies Act 1956 and they are also bound by BR Act 1949 and RBI Act 1934. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് സാധാരണ കമ്പനീസ് ആക്ട് 1956 അനുസരിച്ചാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ 1949 BR ആക്റ്റും 1934 RBI ആക്റ്റും പ്രൈവറ്റ് സെക്ടർ ബാങ്കിന് വിധേയമാണ്. ഓക്കെ, In India, private sector banks are classified into two categories, old private sector bank and ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. നമ്മുടെ ഇന്ത്യയിൽ ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കിനെ തന്നെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഓൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്കും ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്കും. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? എന്താണ് ലിബറലൈസേഷൻ? ഉദാരവൽക്കരണം 1991 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലിബറലൈസേഷൻ 1991. അതിനു മുമ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത ബാങ്കുകളെയാണ് ഓൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്. ആഫ്റ്റർ ലിബറലൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ബാങ്കുകളെയാണ് ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്. അറ്റ് പ്രസൻറ്റ് ദെയർ ആർ 21 പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ എത്ര ബാങ്കുകളുണ്ട്? എത്ര പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുണ്ട്? 21 പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുണ്ട്. അതിൽ 11 ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടറും 10 ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുമാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. All private sector banks are the private sector bank which were established before liberalization 1991. നമ്മൾ പറഞ്ഞ പോയിൻ്റാണ് അല്ലേ? 1991 ലിബറലൈസേഷന് മുൻപ് എസ്റ്റാബ്ലിഷ് ചെയ്ത ബാങ്കുകൾ എന്ത് പറയും? ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. There are 11 ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. നമ്മുടെ ഇന്ത്യയിൽ 11 ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഉള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ CSB ലിമിറ്റഡ്, സെക്കൻഡ് വൺ City Union Bank Limited, third one Dhanalakshmi Bank Limited, fourth one Federal Bank Limited, fifth one Jammu and Kashmir Bank, sixth one Karnataka Bank, seventh one Karur Vaishya Bank and eighth one Nainital Bank, ninth one RBL Bank, 10th one South Indian Bank and last one Tamil Nadu Mercantile Bank. ലാർജസ്റ്റ് ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ് ഫെഡറൽ ബാങ്ക്. സ്മോളസ്റ്റ് ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക് ഏതാണ്? നൈനിത്താൽ ബാങ്ക് ആണ്. ഓൾഡസ്റ്റ് ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിറ്റി യൂണിയൻ ബാങ്ക് ആണ്. അടുത്തത് ന്യൂ ജനറേഷൻ ബാങ്ക്. ദ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ആഫ്റ്റർ 1991 ആർ കോൾഡ് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. 1991 ശേഷം ആരംഭിച്ച പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെയാണ് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ആകെ എത്ര പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഉണ്ട്? 21 ഉണ്ട്. അതിൽ 11 ഓൾഡ് ജനറേഷനും 10 ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്കാണ്. ഓക്കെ, അതിലേതൊക്കെയാണ് ഇന്ത്യയിലത്തെ 10 ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ HDFC ബാങ്ക്, സെക്കൻഡ് വൺ ICICI ബാങ്ക്, തേർഡ് വൺ ആക്സിസ് ബാങ്ക്, ഫോർത്ത് വൺ IDBI ബാങ്ക്, ഫിഫ്ത്ത് വൺ ഇൻഡസിൻഡ് ബാങ്ക്, സിക്സ്ത് വൺ കൊടക് മഹീന്ദ്ര ബാങ്ക്, സെവൻത്ത് വൺ യെസ് ബാങ്ക്, എയ്ത്ത് വൺ DCB, നയൻത്ത് വൺ IDFC ഫസ്റ്റ് ബാങ്ക്, 10th one ലാസ്റ്റ് വൺ ബന്ധൻ ബാങ്ക്. ലാർജസ്റ്റ് ന്യൂ ജനറേഷൻ ബാങ്ക് വരുന്നത് HDFC ബാങ്ക് ആണ് 1994. സെക്കൻഡ് ലാർജസ്റ്റ് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക് വരുന്നത് ICICI ആണ്. തേർഡ് ലാർജസ്റ്റ് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക് വരുന്നത് ആക്സിസ് ബാങ്ക് ആൻഡ് ഇൻഡസിൻഡ് ബാങ്ക്. ഓക്കെ, അപ്പോൾ ലാർജസ്റ്റ് ന്യൂ ജനറേഷൻ ബാങ്ക് ഏതാണ്? HDFC. സെക്കൻഡ് ലാർജസ്റ്റ് ന്യൂ ജനറേഷൻ ബാങ്ക് ICICI. തേർഡ് ലാർജസ്റ്റ് വരുന്നത് 2 ഉണ്ട്, ആക്സിസ് ബാങ്കും ഇൻഡസിൻഡ് ബാങ്കും. ഓക്കെ, ICICI Bank is the first bank started internet banking for 1998. 1998 ഇൻ്റർനെറ്റ് ബാങ്ക് തുടങ്ങിയ ഇൻ്റർനെറ്റ് ബാങ്കിങ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ബാങ്കാണ് ICICI ബാങ്ക്. ഓക്കെ, Citibank is the first private sector bank which started internet banking which accessible to customers. ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാൻ വിധത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റാവുന്ന വിധത്തിൽ ഇൻ്റർനെറ്റ് ബാങ്ക് തുടങ്ങിയ ആദ്യത്തെ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് സിറ്റി ബാങ്ക്.
സിറ്റി ബാങ്ക് ലോഞ്ച്ഡ് ഡെബിറ്റ് കാർഡ് അറ്റ് ഫസ്റ്റ്. ആദ്യമായി ഡെബിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തത് ആര് തന്നെയാണ്? സിറ്റി ബാങ്ക് തന്നെയാണ്. പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് സിറ്റി ബാങ്ക്. അഗ്രി ഇൻഫിനിറ്റി പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ബൈ യെസ് ബാങ്ക്. യെസ് ബാങ്ക് ആണ് അഗ്രി ഇൻഫിനിറ്റി പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. ഗ്രീൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം വാസ് ലോഞ്ച്ഡ് ബൈ ഇൻഡസിൻഡ് ബാങ്ക്. അതുപോലെ ഇൻഡസിൻഡ് ബാങ്ക് ലോഞ്ച് ചെയ്തൊരു ഡെപ്പോസിറ്റ് സ്കീമാണ് ഗ്രീൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം. ഓക്കെ, നമ്മൾ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് നോക്കിയത് അല്ലേ? എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. എന്താണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്? സ്വകാര്യ സ്ഥാപനങ്ങളുടെയോ വ്യക്തികളുടെയോ ഭൂരിഭാഗം ഷെയർ കൈവശം വെച്ചിരിക്കുന്ന ബാങ്കുകളാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കും ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കും. ഓൾഡ് ജനറേഷനിൽ 11 എണ്ണമാണ് ബാങ്കുകൾ ഇന്ന് പ്രവർത്തിക്കുന്നത്. ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്കായിട്ട് നമ്മുടെ ഇന്ത്യയിൽ 10 എണ്ണമാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആകെ 21 എണ്ണമാണ് പ്രവർത്തിച്ചു വരുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കാണ്. IPPB എന്ന് പറയും. IPPB ഈസ് ദ ലാർജസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലത്തെ ലാർജസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കായി പ്രവർത്തിക്കുന്നത് ആരാണ്? IPPB ആണ്. IPPB ഈസ് ദ ഓൺലി വൺ പബ്ലിക് സെക്ടർ പേയ്മെൻറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു പബ്ലിക് സെക്ടർ പേയ്മെൻറ്റ് ബാങ്കാണ് IPPB. ഇന്ത്യ പോസ്റ്റ് ഗോട്ട് ലൈസൻസ് ഫോർ IPB ഓൺ 19th August 2015. ഇന്ത്യ പോസ്റ്റിന് IPPB ആരംഭിക്കാനായിട്ട് ലൈസൻസ് കിട്ടിയതെന്നാണ്? August 19, 2015. IPPB വാസ് രജിസ്റ്റേർഡ് ഓൺ 17th August 2016. 2016 August 17 IPPB രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. The first phase of IPPB was inaugurated by PM Sri Narendra Modi on 1st September 2018. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഫസ്റ്റ് ഫേസ് ആരാണ് ഇനോഗ്രേറ്റ് ചെയ്തത്? ശ്രീ നരേന്ദ്രമോദിയാണ്. എന്നാണ്? 1/9/2018. എൻ്റെ മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ, September 1, 2018. ഫിൻക്ലുവേഷൻ സ്കീം ലോഞ്ച്ഡ് ഓൺ 2022. 2022 ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കും ഇന്ത്യൻ തപാൽ വകുപ്പും കൂടിയിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമിൻ്റെ പേരാണ് ഫിൻക്ലുവേഷൻ സ്കീം. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ വരുന്ന 500 മില്യൺ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിയിട്ട് അവർക്ക് സേവനങ്ങൾ ഉറപ്പുവരുത്തുക. അതാണ് ഇതിലൂടെ ഉള്ളൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഡാക് പേ ഡിജിറ്റൽ പേയ്മെൻറ്റ് ആപ്പ് ലോഞ്ച്ഡ് 2020. അതുപോലെ 2020 ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് കൊണ്ടുവന്നൊരു ആപ്പാണ്, പേയ്മെൻറ്റ് ആപ്പാണ് ഡാക് പേ ഡിജിറ്റൽ പേയ്മെൻറ്റ് ആപ്പ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മുദ്ര ബാങ്ക്. മുദ്ര ബാങ്ക് സ്റ്റാൻഡ്സ് ഫോർ മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ്. എന്താണ് മുദ്ര ബാങ്ക് എന്ന് പറഞ്ഞാൽ? മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ്. മുദ്ര ബാങ്ക് വാസ് ഇനാഗ്രേറ്റഡ് ബൈ ദ PM ശ്രീ നരേന്ദ്ര മോദി ഓൺ 8th April 2015. 2015 April 8 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനോഗ്രേറ്റ് ചെയ്തൊരു ബാങ്കാണ് മുദ്ര ബാങ്ക്. ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിട്ട് മുംബൈയിലാണ്. മുദ്ര ബാങ്ക് ഈസ് ഫുള്ളി ഓൺഡ് ബൈ സിഡ്ബി. മുദ്ര ബാങ്ക് ഫുള്ളി ഓൺ ചെയ്തത് ആരാണ്? നമ്മുടെ സിഡ്ബി ആണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് മുദ്ര ബാങ്ക് വാസ് 5,000 crore ആണ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വന്നിട്ട് 1,676 crore ആണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ 5,000 കോടി രൂപയും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 1,676 കോടി രൂപയുമാണ്. മൈക്രോ എൻ്റർപ്രൈസസ് ഡെവലപ്പ് ചെയ്യാനും റീഫിനാൻസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മുദ്ര ബാങ്ക്. ഓക്കെ, ഇനി എന്താണ് പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറഞ്ഞാൽ? പ്രധാനമന്ത്രി മുദ്ര യോജന ഈസ് എ സ്കീം ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് വിച്ച് എനേബിൾസ് സ്മോൾ ബോറോവേഴ്സ് ടു ബോറോ from banks, microfinancial institutions and non-banking financial companies loans up to 10 lakh for non-farming income generating activities without collaterals. ഈ സ്മോൾ ബോറോവേഴ്സ് ഉണ്ടായില്ലേ, ചെറുകിട വായ്പക്കാർക്ക് നമ്മുടെ ബാങ്കിൽ നിന്നോ മൈക്രോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയിൽ നിന്നോ ലോണുകൾ എടുക്കുകയാണ്. എത്ര ലക്ഷം രൂപ വരെ? 10 ലക്ഷം ആയിരുന്നു ആദ്യം. ഇപ്പം നമ്മുടെ ബഡ്ജറ്റ് പ്രകാരം ഈ 2024-2025 ബഡ്ജറ്റ് പ്രകാരം ഈ മുദ്ര ക്രെഡിറ്റ് ലിമിറ്റ് 20 ലക്ഷം രൂപയാക്കിയിട്ടുണ്ട് കേട്ടോ.
അപ്പം അത്രയും പൈസ നോൺ ഫാമിംഗ് ഇൻകമ്മിന് വേണ്ടിയിട്ട്, കാർഷികേതര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. ഫാമിംഗ് ആവശ്യങ്ങൾക്ക് ആയിരിക്കരുത്, കാർഷികേതര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറുകിട വായ്പക്കാർ പൈസ ലോൺ എടുക്കുകയാണ്. എത്ര ലക്ഷം രൂപ വരെ? 10 ലക്ഷം രൂപ. ഇപ്പം അതിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്, 20 ലക്ഷം രൂപ വരെ ബാങ്കുകളിൽ നിന്നോ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ കടമെടുക്കുകയാണ്. അതിനെയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറയുന്നത്. ഇതിന് കൊളാട്രൽസിൻ്റെ ആവശ്യമില്ല, സെക്യൂരിറ്റീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മുദ്ര സ്കീമിനെ പറ്റിയിട്ടാണ്. 3 സ്കീമുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ശിശു, സെക്കൻഡ് വൺ കിഷോർ ആൻഡ് തേർഡ് വൺ തരുൺ. ഫസ്റ്റത്തെ സ്കീമിൽ ശിശുവിൽ പറയുന്നത് ദിസ് സ്കീം ഈസ് ലോഞ്ച്ഡ് ഫോർ മൈക്രോ യൂണിറ്റ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ആൻഡ് ലുക്കിംഗ് ഫോർ ലോൺ അപ് ടു 50,000. 50,000 രൂപ വരെയാണ് ഈ ഒരു ലോൺ കൊടുക്കുന്നത്. ഈ സ്കീമിൽ ലോൺ കൊടുക്കുന്നത് 50,000 രൂപ വരെയാണ്. രണ്ടാമത്തെ സ്കീമിൽ കിഷോർ, ദിസ് സ്കീം ഈസ് ലോഞ്ച്ഡ് ഫോർ മൈക്രോ യൂണിറ്റ് സ്റ്റാർട്ടഡ് ബട്ട് ഇറ്റ് ഹാസ് നോട്ട് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് സീക്കിംഗ് എ ലോൺ ഫോർ ₹50,000 to 5 lakh. സ്കീമിൽ പറയുന്നത് 50,000 രൂപ തൊട്ടിട്ട് 5 ലക്ഷം രൂപ വരെ ലോൺ അന്വേഷിക്കുന്നവർക്കാണ് ഈ ഒരു സ്കീമിൽ കൊടുക്കുന്നത്. 50,000 തൊട്ടിട്ട് 5 ലക്ഷം രൂപ വരെയാണ് കവറേജ് വരുന്നത്. ഇനി അടുത്ത സ്കീം തരുൺ, ദിസ് സ്കീം ഈസ് സ്റ്റാർട്ടഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ലുക്കിംഗ് ഫോർ ലോൺ അപ് ടു ₹10 lakh. ഈ സ്കീമിൽ എന്താ പറയുന്നത്? 10 ലക്ഷം രൂപ വരെയാണ് ഈ സ്കീമിൽ ലോൺ കിട്ടുന്നത്. ഇപ്പോൾ 10 ലക്ഷം രൂപ മാറ്റിയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ബഡ്ജറ്റ് പ്രകാരം 2024-25 ബഡ്ജറ്റ് പ്രകാരം ക്രെഡിറ്റ് ലിമിറ്റ് എത്രയായി ഉയർത്തിയിട്ടുണ്ട്? 10 ലക്ഷം എന്നുള്ളത് 20 ലക്ഷം വരെ. അപ്പോൾ തരുൺ സ്കീമിൽ നമുക്ക് 20 ലക്ഷം രൂപ വരെ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? പ്രൈവറ്റ് സെക്ടർ ബാങ്ക് പഠിച്ചു അല്ലേ? പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ തന്നെ ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കും ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ IPPB പഠിച്ചു, ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് പഠിച്ചു. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് മുദ്ര ബാങ്കാണ്. മുദ്ര ബാങ്കും അതിൻ്റെ സ്കീമുകളും പഠിച്ചു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായി പഠിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റായി അറിയിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്